ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റീപോർട്ടിംഗ് വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ള ഒരു റിയോ പ്ലാന്റ് ആ ചട്ടി ഫുൾ അങ്ങ് നിറഞ്ഞിട്ട് കുറേ നാളായത് അതിനകത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി അതിൽ വേറൊരു ചട്ടിയിലോട്ട് മാറ്റാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ചട്ടിയൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി കയ്യിലുണ്ടായിരുന്ന 2-3 മൺകലത്തിലേക്ക് അത് മാറ്റാമെന്ന്. സോ ആ മൺകലത്തിൽ ഓൾറെഡി നേരത്തെ പച്ചക്കറി തൈ എന്തോ നട്ടിരുന്നതായിരുന്നു. അതൊക്കെ പോയി നശിച്ചു പോയതിന് ശേഷം ഓൾറെഡി കട്ടിയായ മണ്ണൊക്കെയാണ് അതിലിരിക്കുന്നത്. ഇനി ആ മണ്ണൊക്കെ മാറ്റി ആ കലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ റിയോ പ്ലാന്റ് അതിലേക്ക് വെക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ആ മണ്ണ് മാറ്റുന്നത് അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. കാരണം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നല്ലോണം ഉറഞ്ഞു പോയായിരുന്നു. പിന്നെ ഒരു കത്രിക കിട്ടി, അതൊക്കെ ഇട്ട് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ടാണ് ആ മണ്ണ് 2 കലത്തിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ 2 കലവും അത്യാവശ്യം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കലത്തിലേക്ക് നമുക്ക് വേണ്ടുന്നത് കരിയിലയും അതുപോലെ മണ്ണും ഒക്കെയാണ്. അപ്പോൾ കരിയില നമ്മൾ ഇപ്പം പോട്ടി മിക്സ് ആണെങ്കിലും കരിയില ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നാമത് നല്ലൊരു വളമാണ്. അത് കൂടാതെ നമ്മൾ ആ പോട്ടിന് അത്യാവശ്യം വെയിറ്റും കുറവായിരിക്കും. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആട്ടിൻപുഴുക്കയാണ്. ഇതിന് പകരം നമുക്ക് ചാണകം ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം വീട്ടിൽ കിട്ടുന്നത് ആട്ടിൻപുഴുക്ക ആയതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മൾ ആ കലത്തിൽ നിന്ന് എടുത്ത് തന്നെ മണ്ണ് നല്ലൊന്ന് പൊടിച്ചിട്ട് അതും ആട്ടിൻപുഴുക്കയും കൂടെ തന്നെ മിക്സ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കലത്തിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ ചെയ്യുന്ന എല്ലാം നോക്കിക്കൊണ്ടൊരു കറമ്പി പെണ്ണ് അവിടെ ഇരിപ്പുണ്ടെന്ന്. ഞാൻ നോക്കുന്നെന്ന് മനസ്സിലായ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടാണ് കാണുന്നത്. പിന്നീട് ആ റിയോ പ്ലാന്റ് ആ ഓൾറെഡി ഇരുന്ന പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റി ആ പ്ലാന്റും ആ പോട്ടുമായിട്ട് കുറേ നാളത്തെ പരിചയമായതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫുൾ വേര, മണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ വേര് കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഇനി അത് മാറ്റിയില്ലെങ്കിൽ ഇനി അതിനൊരു വളർച്ച കാണത്തില്ല. അങ്ങനെ തയ്യെല്ലാം 3 ചട്ടിയിലാക്കി മാറ്റി നട്ടിട്ടുണ്ട്. ഇനി അവർക്ക് കുഴപ്പമില്ല, അവരിനി അങ്ങ് വളർന്നോളും. കാരണം ഒരുപാട് കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ഈ റിയോ. മഴയാണെങ്കിലും പ്രശ്നമില്ല, ഒരുപാട് വെയിലുണ്ടെങ്കിലും പ്രശ്നമില്ല. എങ്കിലും നമ്മളിപ്പോൾ നട്ട സ്ഥിതിക്ക് ഇന്നിപ്പോൾ നട്ടയല്ലോ, അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് നമ്മൾ ഷെയ്ഡിൽ വെക്കുക. അതിനുശേഷം വെയിലത്ത് വെച്ചാൽ മതി. സോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തണലുള്ള സ്ഥലത്തേക്ക് ഈ 3 പ്ലാന്റും മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ വെക്കാൻ ഇഷ്ടം അവിടെ കൊണ്ടുവെക്കാം. നട്ട് കഴിഞ്ഞാൽ നല്ലോണം നനച്ച് കൊടുക്കണം. നനച്ചതിന് ശേഷം നമ്മൾ ഷെയ്ഡിൽ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്